ഇത് ഭൗതിക മൂല്യങ്ങളുടേതാണ്. മുമ്പ് പറഞ്ഞതുപോലെ മഹാവിഷ്ണു, ഗർഭോദകാശായ വിഷ്ണു, ക്ഷീരോദകാശായ വിഷ്ണു എന്നിവരത്രേ വിശ്വാവിഷ്കരത്തെ സൃഷ്ടിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും പ്രപഞ്ച സംഹാരം ചെയ്യുന്നതും ശിവനാണ്. ബ്രഹ്മാവിന് സൃഷ്ടാവെന്ന നിലയ്ക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ഭഗവാന്റെ പ്രകൃതി ഗുണങ്ങളോട് അവതാരങ്ങളാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാര ദേവതകൾ. അതിനാൽ സൃഷ്ടിജാലത്തിൻ്റെ ആദിമധ്യാന്തങ്ങൾ അദ്ദേഹം തന്നെ. ഉന്നത പഠനത്തിനുതകുന്ന വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പലവിധമുണ്ട്. 4 വേദങ്ങൾ, അവയുടെ 6 അംഗങ്ങൾ, വേദാന്തസൂത്രം, ന്യായശാസ്ത്രം, മതഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ എന്നിങ്ങനെ പഠിപ്പിക്കേണ്ടുന്ന കൃതികൾ 14 വിധം. ഇവയിൽ ആധ്യാത്മിക വിദ്യ, അതായത് ആധ്യാത്മിക ശാസ്ത്രം, വിശേഷിച്ച് വേദാന്തസൂത്രം കൃഷ്ണൻ്റെ പ്രതിനിധിയാണ്. താർക്കികരിൽ വിവിധ തരത്തിലുള്ള വാദമുഖങ്ങളുണ്ട്. തെളിവ് സഹിതം ഒരാളുടെ വാദഗതിയെ ന്യായീകരിക്കുന്നതോടൊപ്പം എതിർഭാഗത്തും ന്യായീകരിക്കുന്നതിന് ജൽപ്പമെന്ന് പറയുന്നു. എതിരാളിയെ പരാജയപ്പെടുത്തുവാൻ മാത്രം ചെയ്യുന്ന വാദഗതിയാണ് വിദണ്ഡ. യഥാർത്ഥമായ നിഗമനത്തിൽ എത്തിച്ചേരലാണ് വാദം. ഈ നിർണയസത്യമാണ് കൃഷ്ണൻ്റെ പ്രതിനിധി. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുമുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാ മഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗുണരഘുനാഥാന്യതം തം സാജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗുണലളിതാ ശ്രീവിശാഖാന്യതാംശ. ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചനഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസുന്ദോപ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി എല്ലാവരോടും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. വിഭൂതി യോഗം. അപ്പോൾ വിഭൂതി യോഗം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? ഭൗതിക ലോകത്തായാലും ആധ്യാത്മിക ലോകത്തായാലും ശക്തിയും സൗന്ദര്യവും ഉദാത്തവും പ്രദർശിപ്പിക്കുന്ന എല്ലാ അത്ഭുത പ്രതിഭാസങ്ങളും കൃഷ്ണൻ്റെ ദിവ്യശക്തികളാണ്. ഈ കാണുന്നതെല്ലാം, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഭഗവാന്റെ ദിവ്യശക്തികളിൽപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഭൂതികളുടെയും ഭാഗികമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ചേ ഉള്ളൂ, കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് എല്ലാ കാരണങ്ങളുടെയും പരമകാരണം എന്ന നിലയ്ക്ക് എല്ലാത്തിൻ്റെയും ആലംബനവും സാരാംശവും സർവസാരവുമായ നിലയ്ക്ക് കൃഷ്ണൻ സകല ജീവജാലങ്ങൾക്കും പരമമായ ആരാധനാപാത്രമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ആരാധനാപാത്രം പരമ ശ്രീകൃഷ്ണനാണ് എന്നാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ വിഭൂതി യോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പല പല കാര്യങ്ങൾ കാണിച്ചിട്ട്, വിഭൂതികളൊക്കെ കാണിച്ചിട്ട് ഭക്തന്മാരെ അതിലേക്ക് ആകർഷിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെയൊക്കെ പഠിച്ചതാണ്. പല പല വിഭൂതികളുണ്ട്. അതായത് സർപ്പങ്ങളിൽ ഞാനാണ് ഏറ്റവും ഇതുള്ളത്, അത് ഞാനാണ്. പിന്നെ ആയുധങ്ങളിൽ വജ്രങ്ങളിൽ വജ്രായുധം, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കഴിഞ്ഞ ശ്ലോകത്തിലൂടെ. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയണത് സൃഷ്ടിയുടെ ആദിമധ്യ അവസാനങ്ങൾ ഞാൻ തന്നെ. ശാസ്ത്രങ്ങളിൽ ആധ്യാത്മിക ശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യവും ഞാൻ തന്നെ എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ തന്നെയുണ്ട്, നമ്മൾ പഠിച്ചതാണ്. ഈ ചതുശ്ലോകി ഭഗവത്ഗീത, അതിനകത്ത് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭവോ മത്ത സർവ പ്രവർത്തതേ ഇതി മധ്വാ ഭജന്തേ മാം ഭൂതാഭാവ സമന്വിത. ഈ ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്, വേറെ എങ്ങും തേടിപ്പോണ്ട. അപ്പോൾ എല്ലാത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അതാണ് പരമദിവ്യോത്ത പുരുഷനായ ഭഗവാനെയാണ് നമ്മൾ ഭജിക്കേണ്ടത്. അതുകൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ വേദവ്യാസൻ പിന്നെയും പറയുന്നു, ഏതേ ചാംശു കലേ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രിയാരിവ്യാകുലം ഇടം മൃഢയന്തി യുഗേ യുഗേ. അപ്പോൾ യുഗങ്ങളിൽ പല പല അവതാരങ്ങൾ ഉണ്ടായാലും
പരമദീപോത്ത പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പ്രമാണങ്ങളിലൂടെ എല്ലാം ചൈതന്യ മഹാപ്രഭുവും എല്ലാ ശാസ്ത്രങ്ങളിലൂടെയും നമുക്ക് കാണാവുന്ന ആ പ്രമാണങ്ങളിലൂടെ നമുക്ക് തന്ന ആ ശാസ്ത്രങ്ങളെ നമ്മൾ വിശ്വസിക്കുകയും അതിലൂടെ നമ്മുടെ ജീവിത വഴിയിലൂടെ നമ്മൾ ശ്രീമദ് ഭാഗവത്തെയും ഭഗവത്ഗീതയും ആ ധർമ്മത്തെ നിലനിർത്തി അതിലൂടെ ജീവിതപാതയിലൂടെ പോകണം എന്നാണ് ഇതിനോടത്തെ ഊന്നി പറയുന്നത് ഓരോ ശ്ലോകത്തിലൂടെയും. അപ്പം ഭഗവാനുള്ള ആകർഷണം ആ വിഭൂതി യോഗത്തിലൂടെ പല പല വിഭൂതി യോഗങ്ങളിലൂടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതെന്താ പറയണേ, ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. ഈ ഭൗതികമായാലും ആധ്യാത്മികമായാലും എല്ലാ കാര്യങ്ങളുടെയും ഉറവിടം ഭഗവാനിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഭഗവാന്റെ അംശം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്നാണ് പുറപ്പെടുന്നത്. ശ്രീമദ് ഭാഗവത്തിലും ചതുശ്ലോകി ഭാഗവത്തിൽ പറയുന്നുണ്ട്, അഹമേവാസമേവാഗ്രാം അത്യത്യത് സത്സദം പരം പശ്ചാദഹം യഥേതച്ഛ യോ വശ്യശ്യത സോസ്മ്യഹം. അതാണ് എന്താ പറയണേ, അല്ലയോ ബ്രഹ്മാവേ, ഇവിടം ശൂന്യമായിരുന്നപ്പോൾ, അതായത് സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഞാനാവുന്നു. അതും ഭഗവാൻ തന്നെയാണ്. അപ്പം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് വരെ ഭഗവാനാണ് എന്നുള്ള ആണ്. ആ ഭഗവാൻ ആദി പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ ആകുന്നു. ഭൗതിക പ്രകൃതിയോ ഈ സൃഷ്ടികളുടെ കാരണമോ അപ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങിപ്പോൾ കാണുന്ന ഈ ഈ ഇടം അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെയാകുന്നു. മാത്രവുമല്ല സർവസംഹാരത്തിനും ശേഷം അവശേഷിക്കുന്നതും ഞാൻ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അവസാനിച്ചിട്ട് ഇതെല്ലാം നശിച്ചു പോയിട്ട് പിന്നെ ഉണ്ടാകുന്നതും ഭഗവാൻ തന്നെയാണ്. പിന്നെന്താ, ഹൃദോർത്തം യത് പ്രതീയതേന പ്രതീയതേ ജാത്മനി ത്വദിതാദ്യാത്മനോ മായാം യഥാഭാസോ യഥാതമ. അല്ലയോ ബ്രഹ്മാവേ, എന്ത് തന്നെ മൂല്യമുള്ളതായാലും അതിനെ ബന്ധപ്പെടുത്താത്ത പക്ഷം അതിനെ വാസ്തവികത്വം ഉണ്ടായിരിക്കുകയില്ല. അതിനെ എൻ്റെ എന്നിരിക്കുക. ഇതിനെ എൻ്റെ മായയായ ശക്തിയായി അറിയുക. മായയായ ശക്തിയെ അറിയുക. അന്ധകാരത്തിലല്ല പ്രതിഫലനം പോലെ കാണായി വരുന്നു പറയുന്നത്. അപ്പോൾ ഭഗവാൻ ആ അന്ധകാരത്തിലല്ല, എന്താണ് ഭഗവാന്റെ ശക്തി ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രപഞ്ചശക്തിയെ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഇതെല്ലാത്തിൻ്റെ ഉറവിടം ഭഗവാനാണെന്നുള്ള ഊന്നി ഓരോ വിഭൂതി യോഗത്തിലെ ഓരോ കാര്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത എന്നുള്ളത്. അത് നമ്മൾ ആ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതും ധർമ്മം ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ധർമ്മം നിങ്ങളെയൊക്കെ അനുസരിച്ച് ജീവിക്കാനാണ് ഈ ധർമ്മങ്ങളെല്ലാം തന്നിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ പിന്നെന്താ, അല്ലയോ ബ്രഹ്മാവേ, പ്രാപഞ്ചിക ഘടകങ്ങൾ ഒരേ സമയം പ്രപഞ്ചത്തിനുള്ളിൽ പ്രവേശിക്കുകയും പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്ന അതുപോലെ സകലത്തിലും ഞാൻ അന്തർവർത്തിയായി ബാഹ്യവർത്തിയായും സ്ഥിതി ചെയ്യുന്നു. എല്ലാ പ്രപഞ്ചത്തിലും ഭഗവാൻ അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ പിന്നെന്താ, പരിപൂർണ സത്യമായ പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് ആരായുന്ന ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലും നമ്മൾ ഏത് സാഹചര്യത്തിലും ഭഗവാനെ കൈവിടാതെ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ആ കൈ എത്തിപ്പിടിക്കുകയാണെങ്കിൽ ഈ കലിയുഗത്തിൽ എത്തിപ്പിടിക്കണം. കാരണം എന്താ, നമ്മുടെ മായയിൽ ആണ് ജീവിതം തന്നെ. അപ്പോൾ നമ്മൾക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു ഭഗവാനോടുള്ള ഒരു സ്നേഹം വേണം. ഭഗവാനാണ് ഇതെല്ലാത്തിൻ്റെ ഉറവിടം എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ശാസ്ത്രങ്ങൾ അറിയണം, ഭഗവത്ഗീത അറിയണം, ഭാഗവതം അറിയണം, സത്സംഗത്തിലൂടെ ഭക്തന്മാരോടൊപ്പം കൂടിയിരുന്ന് നമ്മൾ കേൾക്കണം, ശ്രവണം. ഇതിനകത്ത് എല്ലാത്തിനും അടിസ്ഥാനമായ കാര്യം എങ്ങനെയാണ്? ശ്രവണത്തിലൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ ആ ശ്രവണത്തിലൂടെ എന്താ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത്? ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്വഭദ്രാണി വിധിനോതി സുഹൃശ്രതാം. ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെല്ലാം കഴുകിക്കളയണം. കാരണം നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെയും പാപകർമ്മങ്ങളുടെയും അതിൻ്റെ എല്ലാം ഇരിക്കുന്ന ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ ഹൃദയത്തിലുള്ള അഭദ്രങ്ങളായ കാര്യങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അതിനുള്ള പ്രവൃത്തിയാണ് നമ്മുടെ നാമസങ്കീർത്തനം. അപ്പോൾ ആ നാമസങ്കീർത്തനത്തിലൂടെ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിലൂടെ നമ്മുടെ ഏത് സാഹചര്യത്താലും നമുക്ക് പ്രത്യക്ഷമായിട്ട് ഭഗവാനെ സേവിക്കാൻ പറ്റില്ല. ഭഗവാൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അവതരിച്ച് കൃഷ്ണൻ വന്നാലേ എൻ്റെ കൃഷ്ണൻ വീട്ടിൽ വന്നാലേ ഞാൻ പൂജിക്കുകയുള്ളൂ എന്ന് പറയാനില്ല.
നമ്മൾ ഏത് സാഹചര്യത്തിലും എവിടെയാണോ 24 ഗുരുക്കന്മാരുണ്ട്, ആ ഗുരുക്കന്മാരെ പറ്റിയുള്ള ശ്രീമദ് ഭാഗവതം പഠിക്കും മനസ്സിലാവും. അപ്പോൾ കാണുന്ന ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നമുക്ക് ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. ഞാൻ അഹം സർവസ്യ പ്രഭോ, ഞാൻ എല്ലായിടത്തും ഉണ്ട്, തൂണിലും തുരമ്പിലും. അതാണ് ചൈതന്യം നരസിംഹദേവ് എവിടുന്ന് അവതരിച്ചത്? തൂണിൽ നിന്ന്. അപ്പോൾ ഭഗവാൻ എല്ലായിടത്തും നിലനിൽക്കുകയാണ്. ഭഗവാന്റെ ഉറവിടം എല്ലായിടത്തും ഉണ്ട്. ഭഗവാൻ എല്ലായിടത്തും തിളങ്ങി നിൽക്കുകയാണ്. എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കുന്നത്? ആ അലങ്കാരപ്രിയനായ ഗുരുവായൂരപ്പൻ എന്തിനാ പല പല അലങ്കാരങ്ങൾ ഇട്ട് കാണിക്കുന്നത്? ഭഗവാൻ ഭക്തന്മാരെ ആകർഷിക്കാൻ വേണ്ടി. ആകർഷണീന, കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആകർഷണീയനാണ്. കൃഷ്ണന്റെ നാമം അതിലുപരി ആകർഷണീയനാണ്. അപ്പോൾ ആകർഷണീയനായ ഭഗവാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തുള്ള എല്ലാവരെയും സന്തോഷിക്കണമെന്നാണ് ഭഗവാൻ പറയണത്. ഭഗവാൻ പറയേണ്ടത് എനിക്ക് എല്ലാവരും തുല്യരാണ്. സമൂഹം സർവഭൂതേഷു, ഞാൻ എല്ലാവരോടും തുല്യതാണ്. നമോദ്വേഷ്യ അസ്തിന പ്രിയ, എനിക്ക് ആരോടും ദേഷ്യമോ വൈരാഗ്യമോ ഇല്ല. ഇവിടെ വരുന്നവരായാലും 16 മാല ജപിക്കുന്നവരായാലും സേവകൾ ചെയ്യുന്നവരായാലും ഇല്ലാത്തവരോടും ഒക്കെ എനിക്കൊരുപോലെയാണ്. പക്ഷെ ഭഗവാൻ പറയുന്നുണ്ട്, എന്താ പറയണേ? സമൂഹം സർവഭൂതേഷു നമോദ്വേഷ്യ അസ്തിന പ്രിയ ഹേ ഭജന്തേത് മാം ഭക്തിയ, എന്നെ ആര് ഭജിക്കുന്നു, എൻ്റെ മാല ആര് ജപിക്കുന്നു, എൻ്റെ സേവനങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ആര് ജപിക്കുന്നു, എൻ്റെ സേവനങ്ങൾ പത്രം പുഷ്പം ഫലം ധോയം യോമേ ഭക്തിയാ പ്രേഷ്യതി, എന്നെ ആര് സേവിക്കുന്നു, എന്തെങ്ങനെ പ്രേമത്തോടെ അല്ലേ, എന്താ വഴിപാട് കഴിക്കണം, എന്നാ പിടിച്ചോ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മാല അർപ്പിച്ചു. അതല്ല, ഭക്തി പുരസ്സരം ഭഗവാനെ സേവിക്കണം. വ്യക്തി രൂപത്തിൽ ഭഗവാൻ ശ്യാമസുന്ദര രൂപമായിട്ട് ഇവിടെ അങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ്. നമുക്ക് ജഗന്നാഥ് ബലദേവ് സുഭദ്രാമണി. അപ്പോൾ ആ അലങ്കാരപ്രിയനായുള്ള ഇവിടെ എല്ലാ ആഴ്ചയിലും ഭഗവാനെ അലങ്കരിക്കുന്നുണ്ട്. ആ മാതാജിമാരത്ര എത്ര സന്തോഷത്തായിട്ട് നൃത്തം വെച്ചുകൊണ്ടാണ് ഭഗവാനെ സേവിക്കുന്നത്. അത്രത്തോളം ഭഗവാന്റെ ആ സേവനം ചെയ്യുമ്പോൾ ആ എത്ര കയ്യിന് വില കാലിന് വില, എന്നാലും അവർക്ക് ആ ഹൃദയത്തിലുള്ള ആ ആനന്ദം ഭഗവാനെ സേവിക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പം അത്രത്തോളം മഹത്വമുള്ളതാണ് പരമദീപത്വ കൃഷ്ണനായ ഭഗവാൻ എന്നാണ് പറയുന്നത്. അപ്പം അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്താ ശൃണ്വതാംസ കഥാ കൃഷ്ണ, എപ്പോഴും ഭഗവാന്റെ ശ്രവണത്തിൽ ഏർപ്പെടണം. ശ്രവണമാണ് ഏറ്റവും പ്രാധാന്യം. നവവിധ ഭക്തികൾ ശ്രവണം, കീർത്തനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെയുള്ള ശ്രവണങ്ങൾ കൊണ്ട് നമ്മൾ ശ്രവണത്തിലൂടെ ഭഗവാന്റെ കാര്യങ്ങൾ അറിയുക. അങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ചിത്തം ശുദ്ധിയാവും. അതിനുവേണ്ടി നമ്മുടെ അഭദ്രമായിട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറന്നു പോകുമെന്ന് പറഞ്ഞു. എങ്ങനെയാണോ ആ പാടത്തെ കിളികൾ നമ്മൾ കൈയടിച്ച്, അതിനാണ് കൈയടിച്ച് നാമം ജപിക്കണം. ഹരേ കൃഷ്ണ മാമ ഹരേ കൃഷ്ണ, ഇങ്ങനെ കൈയടിച്ച് നാമം ജപിക്കുമ്പോൾ കയ്യിലുള്ള രേഖകളെല്ലാം പാടേ പോകും. ആ പാപങ്ങളെല്ലാം നശിച്ചു പോകും. പാടത്തെ കിളികളെല്ലാം എങ്ങനെയാണ് അത് കൈകൊട്ടുമ്പോൾ പറന്നു പോകണം. അതുകൊണ്ട് പാപങ്ങളാണ് ഇതെല്ലാം. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഇന്ന് നാമം ജപിക്കുന്നുണ്ട്, ഇന്ന് ഭക്തരായി നമ്മളിവിടെ വന്നിരിക്കുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്. അല്ല, നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള പാപങ്ങളുണ്ട്, ഈ ജന്മത്തിലുള്ള പാപങ്ങളുണ്ട്. ഇതെല്ലാം ഹനിച്ചു പോവും. ഹരി എന്ന് പറഞ്ഞാൽ പാപത്തെ ഹനിക്കുന്നവൻ. ആ ആ പാപത്തെ നശിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് കലിയുഗത്തിൽ നാമസങ്കീർത്തനം മാത്രമേ ഉള്ളൂ. അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ കണ്ണാടി, ആ പൊടിപടലങ്ങളെല്ലാം മാറി ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവ്യാപനം ശ്രേയാ കൈരവചന്ദ്രികാ വിതരണം വിദ്യാവതോ ജീവനം ആനന്ദാംബുധിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃത ആസ്വാദനം എങ്ങനെ ഹൃദയത്തിലിരിക്കുന്ന ആ പരമാത്മാവിനെ നമ്മൾ അലങ്കരിക്കണം. ഭഗവാൻ എല്ലാത്തിൻ്റെ ഉറവിടം എല്ലായിടത്തും ഉണ്ട്. ആ പരമാത്മാവിനെ അലങ്കരിക്കാനുള്ള പ്രക്രിയയാണ് ഈ നവവിധ ഭക്തികൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രവണം, കീർത്തനം. ഭഗവാനെ പറ്റി ഏത് സാഹചര്യത്തിലും ലജ്ജ കൂടാതെ നാമം ജപിക്കണം. അല്ലേ, പുന്താനം പറഞ്ഞല്ലേ, മത്തരെ പോലെ നൃത്തം ചവിട്ടണം. ഇതൊക്കെ ആരൊക്കെ ചെയ്യുന്നുണ്ട്? എല്ലാവരും ഭക്തരെ കാണുമ്പോൾ വീണ് നമസ്കരിക്കണമെന്നാണ് പറയുന്നത്. അതാണ് ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരെ കാണുമ്പോൾ നമ്മൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടണം. അതാണ് എല്ലാവരും. അതാണ് ഭഗവാൻ പറയുന്നില്ലേ, എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. പക്ഷെ ആരാണോ എൻ്റെ നാമം ജപിക്കുന്നത്, ഹേ ഭജന്തിയത് മാം ഭക്തിയ, എൻ്റെ നാമം ആര് ജപിക്കുന്നു, എൻ്റെ സേവകൾ ആര് ചെയ്യുന്നു, അവരോട് എനിക്ക് അല്പം കൂടുതലുണ്ടെന്നാണ്. അപ്പം അങ്ങനെയുള്ള ഭക്തന്മാരാകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയുള്ള വിഭൂതി യോഗങ്ങളൊക്കെ ഭഗവത്ഗീതയിലൂടെയും ഭാഗവത്തിലൂടെയൊക്കെ കാണിക്കുന്നത്. അപ്പം എല്ലാത്തിൻ്റെയും പരമപരിപൂർണമായ സത്യമായ പരമദീപോത്കർഷനെ കുറിച്ച് ആരായുന്ന ഓരോ വ്യക്തിയും അതാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ആരായണം, ഇതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം, ഇൻതൂസിയാസം. എങ്ങനെയാണ് അടുത്ത ക്ലാസ്സിൽ എന്തായിരിക്കും, അടുത്ത ശ്ലോകം എന്തായിരിക്കും, അടുത്ത പ്രോഗ്രാം എന്തായിരിക്കും, അടുത്ത 14-ാം തീയതി അഷ്ടമി രോഹിണി. നമുക്ക് 2 പ്രാവശ്യം അഷ്ടമി രോഹിണി ആഘോഷിക്കാനുള്ള അവസരമുണ്ട്. ജന്മാഷ്ടമി, അഷ്ടമി രോഹിണി ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ പിന്നെയും ഇനി അഷ്ടമി രോഹിണി 14-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ അന്നും ആഘോഷിക്കാം. അന്നത്തെ ആഘോഷം നമുക്ക് ബൽറാം ക്ഷേത്രത്തിലേക്ക് 9 മണിക്ക് അവർ വിളിച്ചിട്ടുണ്ട്. നാമസങ്കീർത്തനത്തിനോട് ഈ ഭഗവാനെ
ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ആനയിച്ച് അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അവർ സ്പെഷ്യലായിട്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരെ വിളിച്ചിരിക്കുക. എന്താ, നഗരത്തിൽ നാമം ജപിക്കാൻ അവരാണ് ഏറ്റവും ഉയർത്തമാൻ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൃപ കൊണ്ട് ഇന്ന് രാവിലെ 8:30 മണിക്കും ഞങ്ങൾ വെയിലത്തൊക്കെ പോയി നാമം ജപിച്ചിട്ട് കീർത്തനം ചെയ്ത് ഇവിടെ വന്നു. അപ്പം എല്ലാ ഞായറാഴ്ചയും ഇതുപോലെയുണ്ട്. അപ്പം അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, എവിടെയുണ്ടോ നാമം, എവിടെയുണ്ടോ ഭഗവത് സേവനം, എവിടെയുണ്ടോ ഭക്തന്മാരെ, അവിടെ ഞാൻ ഉണ്ടാവും. അവിടെയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ സേവനം, ആ പരിപൂർണമ സത്യമായ പരമദൈവത്വ കൃഷ്ണനെക്കുറിച്ച് ആരായുന്ന ഒരു വ്യക്തിയും ഏത് സാഹചര്യത്തിലും പ്രത്യക്ഷമായും പരോക്ഷമായും സർവ്വദേശങ്ങളിലും, ഏത് ദേശങ്ങളിലും എവിടെയാണോ എവിടെയല്ലോ എന്നുള്ള പ്രശ്നമില്ല. നിശ്ചയമായും ആ ഭഗവാനെക്കുറിച്ചുള്ള അന്വേഷണം, ഭഗവാന്റെ സേവനങ്ങളിൽ സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ കലിയുഗത്തിൽ രക്ഷപ്പെടാൻ ഉള്ള വഴിയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ, സർഗാണാമാതിരന്തശ്ച മധ്യം ജൈവാഹമർജുന ആധ്യാത്മവിദ്യാനാം വാദപ്രവദതാമഹം. സൃഷ്ടികളിൽ ആദ്യത്തേത് ഭൗതിക മൂല്യങ്ങളാവുന്നതാണ്, ഭൗതിക മൂലകങ്ങളുടേതാണ്. മുമ്പ് പറഞ്ഞതുപോലെ മഹാവിഷ്ണു, ഗർഭോദാശകായ വിഷ്ണു, ക്ഷീരോദാശകായ വിഷ്ണു എന്നിവരത്രേ വിശ്വാവിഷ്കാരത്തെ സൃഷ്ടിക്കുന്നത്, പ്രവർത്തിക്കുന്നു. അപ്പോൾ പ്രപഞ്ച സംഹാരം ചെയ്യുന്നതും ശിവനാണ്. പ്രപഞ്ചത്തിലെ എല്ലാവർക്കും അറിയുന്നതാണ്, പ്രപഞ്ചത്തിൻ്റെ സംഹാര പ്രക്രിയ ചെയ്യുന്നത് ശിവനാണ്. ബ്രഹ്മാവിന് സൃഷ്ടാവെന്ന ജോലി കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഭഗവാന്റെ പ്രകൃതി ഗുണങ്ങളുടെ അവതാരങ്ങളാണ് ഇതൊക്കെ. പ്രകൃതി ഗുണങ്ങളുടെ അവതാരങ്ങളാണ്. അപ്പോൾ പരമമായ ദിവ്യത്വ പുരുഷൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനായ അദ്വിബീജ രൂപമാണ്. അതിൽ പറയുന്നുണ്ട്, ചതുർബാഹുരൂപമല്ല അദ്വിബീജ രൂപമാണ്. അതിനകത്ത് ശാസ്ത്രങ്ങളിലൂടെയും ക്ലാസ്സുകളിലൂടെയും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സൃഷ്ടിസ്ഥിതി സംഹാര ദേവതകൾ, അതിനാൽ സൃഷ്ടിജാലത്തിൻ്റെ ആദിമധ്യാന്തങ്ങൾ എല്ലാം ഞാൻ തന്നെ. പിന്നെയും പറയാം, ഉറവിടം ഞാനാണ്, എന്നിൽ നിന്നാണ് ഇതെല്ലാം പൊട്ടിപ്പുറപ്പെട്ടത്. ഉന്നത പഠനത്തിനുതകുന്ന വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പലവിധങ്ങൾ ഉണ്ട്. 4 വേദങ്ങൾ അല്ലേ, ചതുർവേദ 4 വേദങ്ങളുണ്ട്. സാമവേദ, യജുർവേദ, യജുർവേദം, ഋഗ്വേദം, ഏതാ, സാമം, വേദ, അഥർവം, യജുർ, ഋഗ്, അതെ, അങ്ങനെ 4 വേദങ്ങൾ, അവയുടെ 6 അംഗങ്ങൾ, വേദാന്ത സൂത്രം, ന്യായശാസ്ത്രം, മതഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ എന്നിങ്ങനെ പഠിക്കേണ്ടുന്ന കൃതികൾ 14 വിധം. ഇവയിൽ ആധ്യാത്മിക വിദ്യ, വിശേഷിച്ച് വേദാന്ത സൂത്രം കൃഷ്ണൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന വേദാന്തങ്ങളും വേദസ്യ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹചാഹം സർവസ്യജാഹം ഹൃദയം സർവസ്യജാഹം കൃതിസന്നിവേഷ്ടം മത്തപ്രതിജ്ഞാനം അപോഹനഞ്ച വേദസ്യ സർവം അഹമേവ വേദ്യം വേദാന്തകൃത് വേദവിദേഹചാഹം. അപ്പോൾ എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും പറിക്കുന്നു, അടിക്കുന്നു, എല്ലാം ഞാൻ തന്നെയാണെന്ന് വീണ്ടും പറയണം. എന്തിലൂടെയാണ്? ഞാൻ പറയണതല്ല, ശാസ്ത്രങ്ങളിലൂടെ, പ്രമാണങ്ങളിലൂടെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിശ്വാസത്തിലൂടെ ചെയ്യുവാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പ്രമാണം ഉണ്ടോ എന്ന് ചോദിക്കണം. എന്തിനാ? സ്ഥലം മേടിച്ചാൽ തന്നെ ആദ്യം ചോദിക്കും ഇതിന് പ്രമാണം ഉണ്ടോ, എന്നാലേ നമ്മൾ മേടിക്കുള്ളൂ അല്ലേ? പ്രഭുവിനറിയാം കൂടുതൽ വസ്തുവിൻ്റെ കാര്യത്തെപ്പറ്റി പ്രഭുവിനെല്ലാം അറിയാം. അപ്പോൾ ആ പ്രമാണം ഉണ്ടെങ്കിൽ ആ വസ്തു വിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വിക്റ്റനാണോ, അല്ലെങ്കിൽ ഇതിന് ആരുടേതാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഏത് കാര്യങ്ങളും, ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് പ്രമാണം നോക്കും. ഏതാ ഭഗവത്ഗീതയിൽ പറയണ്ടോ, ഭാഗവത്തിൽ പറയണ്ടോ, ഈ പ്രഭു പറഞ്ഞതല്ല ആ പ്രഭു പറഞ്ഞതല്ല എന്ന് ആരും വിശ്വസിക്കില്ല. പ്രമാണം ഉണ്ടോ എന്ന് ചോദിക്കണം. അതുപോലെ നമുക്ക് പ്രമാണങ്ങളുണ്ട് എല്ലാത്തിനും. നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും പ്രമാണമുണ്ട്. നമ്മൾ വായി തോന്നണം കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയണില്ല, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ അത് നമ്മൾ ആ ധർമ്മം അല്ലെ, ധർമ്മസ്വനിഷ്ഠിത പുംസ വിശ്വസേന കഥാസുയക നോത്പാദയന്തോ രതീസമയ വൈവികേവലം. അപ്പോൾ ഈ ധർമ്മങ്ങളെ പറ്റി നമ്മൾ പഠിപ്പിക്കുകയും ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ കേവലമായിട്ടുള്ള ഭക്തി. ആ ഭക്തിയാണ്, ആ ഭക്തിയാനാമഭിജാനത, ആ ഭക്തിയുടെ സേവനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിരന്തരം നമ്മളെ ബദ്ധാത്മാക്കളാകുന്ന ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽപ്പെട്ട് ആ ഒരു ഇതിലാണ്, ആ ജയിലിലാണ് നമ്മൾ. ഇത് ദുഃഖാലയം അശാശ്വതം, ഇതൊരു ജയിലാണ്. അപ്പോൾ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് ഭഗവത് നാമം ജപിച്ചും ഭഗവത് സേവനം ചെയ്തും ഭഗവത്ഗീത ശാസ്ത്രങ്ങൾ മറ്റുള്ളവരിൽ പ്രചരിപ്പിച്ചും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ രക്ഷിച്ചു കൊള്ളാം. സർവധർമ്മ പരിത്യജ, എല്ലാ പരിത്യജ, ഉപേക്ഷിക്കാനാണ് പറയുന്നത്. മാമേകം ശരണം പ്രജ, ഹരിയെ പിടിക്കൂ, ഹരിയുടെ പാതാരബന്ധങ്ങളിൽ ശരണം പ്രാപിക്കൂ. പിന്നെന്താ, മാമേകം ശരണം അഹം സ്വ സർവപാപേഭ്യോ, എല്ലാ പാപങ്ങളെയും മോക്ഷയിഷ്യാമി മാശുജ. മാശുജ എന്നാണ്, ഡോണ്ട് വറി, നിന്നെ ഞാൻ രക്ഷിച്ചു കൊള്ളാം.
പക്ഷെ ആ വിശ്വാസം, ആ ഗ്യാരണ്ടി ലെറ്റർ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ വിശ്വസിക്കണില്ല, പിന്നെയും പോവുകയാണ് വേറെ കാര്യങ്ങൾക്ക്, വേറെ ധർമ്മങ്ങളൊക്കെ ചെയ്യാൻ. ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞ സർവ്വധർമ്മ പരിത്യജ്യ, എല്ലാം മറ്റുള്ള ചെറിയ ചെറിയ ധർമ്മങ്ങളും ചെറിയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഞാനാണ് മാമേഹം ശരണം പ്രജാഹം സ്വ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം എന്ന് ഭഗവാൻ 3 പ്രാവശ്യം പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതുകൊണ്ടാണ് പറയണത് ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം. കേവലം ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി. ഹലോ നാസ്തേവ ഗതിരന്നത, അല്ലേ? 3 പ്രാവശ്യം ഊന്നി പറയാണ്. അത് ആൻറ്റിബയോട്ടിക് നമുക്ക് 3 പ്രാവശ്യം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. കോഴ്സായിട്ട് കഴിച്ചില്ലെങ്കിൽ അസുഖം മാറില്ല, അല്ലേ? ആംബിസിലിൻ ആൻറ്റിബയോട്ടിക് ഒക്കെ നമ്മൾ ചിലരൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ 1 പ്രാവശ്യം കഴിക്കുള്ളൂ, മാറില്ല, ഉള്ളിൽ കിടക്കും. അതുപോലെ ആ ഭവസാഗരത്തിൽ നമ്മൾ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്ന പോലെ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം ഭഗവാന്റെ തിരുനാമം ജപിക്കുക. അപ്പം അതുകൊണ്ടാണ് കലിയുഗത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാന്ന് പറയണത്, നിർഭാഗ്യവാന്മാരല്ല. കാരണം കലിയുഗത്തിലുള്ളവര് ഭക്തന്മാരായി മാറുന്നവര് എന്താ, ഈ കലിയുഗം എന്ന് പറയുന്നത് എന്താ, പ്രായേണാൽപായുഷു സഭ്യ കലാസ്മിൻ യുഗേ ജനാം, പിന്നെന്താ മന്ദ സുമന്ദ മതയോ മന്ദഭാഗ്യ ഉപദ്രത. മന്ദബുദ്ധിയാണ്, പിന്നെന്താ അൺലക്കി പീപ്പിളാണ്, പിന്നെന്താ നമുക്ക് ഇതില്ല, എന്താ വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ മനസ്സിലിങ്ങനെ ഭക്തന്മാർക്ക് പോലും ഉണ്ട്, അല്ലേ? അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളെല്ലാം മാറി അതിനു വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ടുള്ള സാധന ഭക്തിയിൽ ഏർപ്പെടണം, നിരന്തരമായിട്ടുള്ള നാമജപം. അതിലൂടെ നമുക്ക് ആ ഭഗവാന്റെ ആ സേവനത്തിലൂടെ നമ്മുടെ ശുദ്ധമായ ആ ഭക്തിയുത സേവനം. അതുകൊണ്ടാണ് പറയുന്നത് അതീന്ദ്രിയമായ ശബ്ദസ്പന്ദനമാണ് എന്താണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ മന്ത്രം നമ്മൾ ഉരുവിട്ട് ഭഗവാന്റെ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയതയിലുള്ളതാണ്. നമ്മൾ പൂജ ചെയ്യണോ, മാല കെട്ടണോ, ഇതൊക്കെ അതീന്ദ്രിയതയിലുള്ള സേവനങ്ങളാണ്. നമ്മളെ ഭൗതികമായ കർമ്മങ്ങളോ സേവനങ്ങളോ അല്ല. പ്രസാദം ഉണ്ടാക്കണോ, ഇതൊക്കെ അതീന്ദ്രിയമാണ്. കാരണം ഭക്തസംഘത്തിലൂടെ ഭക്തന്മാരാണ് ഇതെല്ലാം ചെയ്യണത്, അല്ലേ? രാവിലെ കുളിച്ച് ധോത്തി ഉടുത്ത് തിലകം തൊട്ട് ആചമനം ഉപയോഗിച്ച് ആണ് കിച്ചണിൽ കയറേണ്ടത്, അല്ലേ? എത്ര ശുദ്ധമായിട്ടും ഭക്തിയായിട്ടും ഭഗവാൻ അർപ്പിക്കേണ്ട പ്രസാദം അതെന്താ സമർപ്പിച്ചിട്ട് ഭഗവാനെ സേവിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള അതിലേർപ്പെടണം എന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീല പ്രഭുപാദ് നമുക്ക് ഭാഗവത്തിലൂടെയും ഭഗവത്ഗീതയിലൂടെയൊക്കെ പറയുന്നത്. അപ്പം എന്താ, ഇങ്ങനെയുള്ള ഉന്നത പഠനത്തിനുതകുന്ന വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പല വിധത്തിലുണ്ട്. 4 വേദങ്ങൾ, അവയുടെ 6 അംഗങ്ങൾ, വേദാന്തസൂത്രം, ന്യായശാസ്ത്രം, മതഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ എന്നിവ പഠിക്കേണ്ടുന്ന കൃതികൾ 14 വിധം. അപ്പോൾ ഇവയിൽ ആധ്യാത്മിക ശാസ്ത്രം വിശേഷിച്ച് വേദാന്തസൂത്രം കൃഷ്ണൻ്റെ പ്രതിനിധിയാണ്. വേദാന്തസൂത്രം അതുപോലെ കൃഷ്ണൻ്റെ പ്രതിനിധിയാണ്. പക്ഷേ നമുക്ക് ഈ കലിയുഗത്തിൽ വേദാന്തങ്ങളോ ശാസ്ത്രങ്ങളോ പഠിക്കാനുള്ള തർക്ക കാര്യങ്ങളോ പഠിക്കാനുള്ള സമയമോ സന്ദർഭമോ അല്ലെങ്കിൽ അതിനു വേണ്ട ബുദ്ധിയോ ഒന്നുമില്ല, അല്ലേ? കലിയുഗത്തിലെ ആൾക്കാർക്ക് അതിനുള്ള കലയെ ശൂദ്രേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സന്ദർഭങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള ബുദ്ധിയോ അതിനു വേണ്ടിയിട്ടുള്ള സാമഗ്രികളോ ഒന്നും ഈ കലിയുഗത്തിൽ നമുക്ക് ശരിയായിട്ട് വിധം കിട്ടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ചൈതന്യ മഹാപ്രഭു വന്ന് നമുക്ക് എന്താണ്, ആരാണോ എൻ്റെ ഭക്തിയുത സേവനം ചെയ്ത് പടിപടിയായി ഉയർന്ന് ചെയ്യുന്നത് അവർക്ക് ഒരു ചണ്ടാളന് പോലും, ഒരു ചണ്ടാളെന്ന് പറഞ്ഞാൽ പട്ടിയെ ഭക്ഷിക്കുന്ന ഒരു ആൾക്ക് പോലും ഭഗവത് സേവനം ചെയ്യാനും ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ കർമ്മം കൊണ്ട് നമ്മൾ ചെയ്യുന്ന നിരന്തരമായിട്ട് ഭഗവത് സേവനങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള അന്തഛിദ്രം, ആ ചിത്തം ശുദ്ധിയാവും. അതുകൊണ്ടാണ് പറയണത് എപ്പോഴും നമ്മൾ ഭഗവത് സേവനങ്ങളിൽ സേവിച്ചുകൊണ്ടിരിക്കാൻ. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഇത് രാജവിദ്യയാണ്. രാജവിദ്യ, രാജഗുഹ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. രാജവിദ്യ, രാജഗുഹ്യം, പവിത്രമിതമുത്തം, വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ആ സത്സംഗത്തിൽ ചേരുക, നാമം ജപിക്കുക, 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, നിത്യവും ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക. അതിലുപരിയായിട്ട് ഭാഗവതം, ഭഗവത്ഗീത, ശിലപ്രഭുപാദിൻ്റെ ഭാഗവത്ഗീത, ശിലപ്രഭുപാദിൻ്റെ യഥാരൂപം എന്നുള്ള ഭഗവത്ഗീതയാണ് നമ്മുടെ ഏറ്റവും വലിയ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിക്കാൻ ആരാണോ മുതിരുന്നത് അവരെ ഞാൻ ഭഗവത് ധാമത്തിൽ എത്തിക്കുമെന്നാണ് പറയുന്നത്. അതൊക്കെ ഇന്നത്തെ ഭദ്രപൂർണിമ ദിവസം നമ്മൾ സ്മരിക്കപ്പെടേണ്ടതാണ്. അതുപോലെ എൻ്റെ ഭാഗവതം ആരാണോ പഠിക്കുന്നത് പറയുന്നത് ശ്രീമദ് ഭാഗവതം എന്ന പ്രത്യക്ഷ കൃഷ്ണേവഹി ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് എല്ലാവരെയും മറച്ചുകൊണ്ട് ഭാഗവതം ഫ്രണ്ടിൽ വന്നിരിക്കുക. അതാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഭഗവാൻ തന്നെയാണ്, പ്രത്യക്ഷ കൃഷ്ണേവഹി ആയിരിക്കുന്ന ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ ആരെങ്കിലും ചോദിക്കില്ലേ, വേറെ ആരെങ്കിലും ഇതെന്താ ഭഗവാൻ വിഗ്രഹങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കണമെന്ന് ചോദിക്കും.
ആരെങ്കിലും പുറത്തുനിന്ന് വരാം, ആർക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം അത് ഭഗവാനാണ്. ആ ഭാഗവതം എന്ന് പറയുന്നത് പ്രത്യക്ഷ കൃഷ്ണയമഹി, ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള അവതാരമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ അങ്ങനെയുള്ള ഇന്നത്തെ ദിവസം ഭദ്രപൂർണിമ, ശ്രീമദ് ഭാഗവതം മേടിക്കാത്തവരൊക്കെ മേടിക്കണം, അല്ലെങ്കിൽ മേടിക്കാനായിട്ട് ആരെങ്കിലും പ്രചരിപ്പിക്കണം, അല്ലെങ്കിൽ മേടിച്ച് കൊടുക്കണം ഗിഫ്റ്റായിട്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രാധാകാന്ത് പ്രഭു വിശദീകരിക്കും. അതിനുപരിയായിട്ട് പിന്നെന്താ ഈ അടുത്ത ശ്ലോകത്തിൽ പറയണേ, തർക്കിക്കരിൽ വിവിധ തരത്തിലുള്ള വാദമുഖങ്ങളുണ്ട്. തെളിവ് സഹിതം ഒരാളുടെ വാദഗതിയെ ന്യായീകരിക്കുന്നതോടൊപ്പം എതിർഭാഗത്തെയും ന്യായീകരിക്കുന്നതിന് ജൽപ്പമെന്ന് പറയുന്നു. എതിരാളിയെ പരാജയപ്പെടുത്തുവാൻ മാത്രം ചെയ്യുന്ന വാദഗതിയാണ് വിദണ്ഡ. യഥാർത്ഥമായ നിഗമനത്തിൽ ആണ് വാദം. ഈ നിർണയ സത്യമാണ് കൃഷ്ണൻ്റെ പ്രതിനിധി. അപ്പം എല്ലാം വിദണ്ഡ, യഥാർത്ഥമായ നിഗമനത്തിൽ എത്തിച്ചേരലാണ് വാദം. അപ്പം യഥാർത്ഥമായ നമ്മളിപ്പോൾ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരും, ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിച്ചേരുമല്ലോ. അപ്പോൾ അതുവരെയും ഭഗവാൻ വിദണ്ഡ എന്ന് പറയുന്നത് അതും ഭഗവാൻ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാത്തിൻ്റെ ഉറവിടം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്നുള്ള ഒരു വിഭൂതി. ആ വിഭൂതികളൊക്കെ ഓരോ വിഭൂതികൾ 42-ാം അധ്യായം വരെ, ശ്ലോകം വരെ ഭഗവാന്റെ വിഭൂതികളെ പറ്റി പറയുന്നുണ്ട്. അതെല്ലാം ഭഗവാനാണ്, ഇത് ഞാനാണ്. ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞില്ലേ, പ്രഹ്ലാദശ്യാമി ദൈത്യാനാം കാലം കാലയതാമഹം മൃഗാണാം ച മൃഗോന്ദ്രഹം വൈന്യതേയശ്ച പക്ഷിണാം. ദൈത്യന്മാരിൽ ഞാൻ ഭക്തപ്രഹ്ലാദനാണ്, അല്ലേ? ദൈത്യ ഹിരണ്യകശിപുവിൻ്റെ ആ സമയത്തുള്ള അതാണ് ദൈത്യ. അവരെല്ലാം കീഴ്പ്പെടുത്തുന്നതും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഏറ്റവും വലിയ മൃഗം സിംഹം, പക്ഷികളിൽ ഗരുഡൻ, ഇതെല്ലാം ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. എന്തിനാ? നമ്മളുടെ ബദ്ധാത്മാക്കളെ ഇതെല്ലാം കണ്ടറിയണം, ഇതെല്ലാം അടുത്തറിയണം. ഇതെല്ലാം ഭഗവാന്റെ ഉറവിടം മാത്രമാണ്, ഭഗവാനിൽ നിന്നല്ലാതെ ഒന്നും പുറപ്പെടുന്നില്ല എന്ന് പറയുകയാണ്. അതിനുവേണ്ടി നമ്മൾ നിരന്തരമായിട്ട് ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാൻ അവതരിച്ച് വരില്ല, അല്ലേ? നമുക്ക് നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാൽ നമ്മൾ പറയും ഇത് ഭഗവാനില്ലെന്ന് പറയും, അല്ലേ? അങ്ങനത്തെയാണ് കലിയുഗം. അപ്പോൾ കലിയുഗത്തിൽ നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു ധർമ്മം എന്ന് പറയുന്നത് എന്താ? കലികാലേ നാമരൂപേ. അതാണ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. കലേർദോഷ ദിധേ രാജൻ അഷ്ടിഹേതോ മഹാഗുണ. എന്താണ് മഹാഗുണം? കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഘപരം രുചേ. ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം, അല്ലേ? എത്ര മനോഹരമായിട്ട് കാതുകൾക്ക് ഇമ്പം നൽകുന്ന രൂപത്തിലാണ് ശ്രീമാൻ മഹാപ്രഭു നമ്മളോട് പറഞ്ഞു തന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പം ഇങ്ങനെയുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും കൂടുതൽ ഭഗവാനെ പറ്റി പറയുകയും ചൈതന്യ ചരിതാമൃതത്തിലൂടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ഭഗവത് നാമത്തിൻ്റെ മഹത്വത്തെ പറ്റി അതിൻ്റെ ഒരു ശ്ലോകം ഞാൻ പറയാം. അതായത് നാമജപത്തിനെതിരെയുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോ എന്താ പറയുക ശ്ലോകം ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു. ശ്ലോകം 79. കോടി അശ്വമേധ ഏകകൃഷ്ണനാമസമ സേക്കഹേ സേ പാഷണ്ഡി ദണ്ഡേ താരയമ. അതായത് 1 കോടി അശ്വമേധ യാഗങ്ങൾ പോലും കൃഷ്ണന്റെ ഒരേ ഒരു ദിവ്യനാമ സങ്കീർത്തനത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പറയുന്ന ഒരുവൻ നിസ്സംശയം നിരീശ്വരവാദിയാണ്. അവൻ നിശ്ചയമായി യമരാജനാൽ ശിക്ഷിക്കപ്പെടും. 1 കോടി അശ്വമേധ യാഗങ്ങൾ പോലും കൃഷ്ണന്റെ ഒരേ ഒരു ദിവ്യനാമ സങ്കീർത്തനം തുല്യമാണെന്ന് പറയുന്ന ഒരുവൻ നിസ്സംശയം നിരീശ്വരവാദിയാണ്. അവൻ നിശ്ചയമായും യമരാജനാൽ ശിക്ഷിക്കപ്പെടും. എന്താ പറയണേ? നാമജപത്തിനെതിരെയുള്ള 10 അപരാധങ്ങൾ നമുക്കറിയാവുന്നതാണ്. 10 അപരാധങ്ങൾ, അല്ലേ? അപരാധങ്ങളെ പറ്റി അറിയാം. അതിൽ ആ പട്ടികയിൽ 8ാമത്തേത് ധർമ്മ വൃത ത്യാഗ ഗുഹാദാഹി സർവശുഭക്രിയാ സാമ്യമഭി പ്രമാദ. ബ്രാഹ്മണർക്കോ സാധുക്കൾക്കോ നൽകുന്ന ദാനം പോലെയോ സന്നദ്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നത് പോലെയോ അന്നദാനം നടത്തുന്നത് പോലെയുള്ള ധർമ്മപ്രവർത്തികൾക്ക് തുല്യമാണ് ഭഗവാന്റെ ദിവ്യജാപമെന്ന് ആരും കരുതണ്ട. എന്താ പറഞ്ഞ? ആരും വിചാരിക്കേണ്ട ഇതെല്ലാം ഈ ധർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ കാശല്ല, നമുക്കൊരു കുറച്ച് ദാനം കൊടുത്തേക്കാം, കുറച്ച് കൊടുത്തേക്കാം. അല്ല, അതെന്താ ചെയ്യേണ്ടത്? എന്തിനാണ് ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കണമെന്നാണ് പറയണത്. അതാണ് ഈ പറയുന്ന അർത്ഥം. കീർത്തനം അല്ലെങ്കിൽ നമുക്ക് ഗോഗോടിദാനം ഗ്രഹണം ഗഗസ്യാം പ്രയാഗ ഗംഗോദക കൽപ്പവാസാം യജ്ഞായുധം മേരു സുവർണദാനം ഗോവിന്ദ കീർത്തന
ന സമം ശതാംശ എന്നാണ്. ഗോവിന്ദ, ഒരുവൻ സൂര്യഗ്രഹണ സമയത്ത്, വളരെ ശ്രദ്ധിച്ചോ, ഒരുവൻ സൂര്യഗ്രഹണ സമയത്ത് 1 കോടി പശുക്കളെ ദാനം ചെയ്താലും ഗംഗയുടെയും യമുനയുടെയും സംഗമമായ പ്രയാഗഗിരിയിൽ കോടിക്കണക്കിന് വർഷം വസിച്ചാലും, അല്ലേ, ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയാണ് ഇപ്പോൾ പ്രയാഗയിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അവിടെയൊക്കെ വസിച്ച് ഗംഗയിൽ കുളിച്ച് സംഗമമായ പ്രയാഗഗിരിയിൽ കോടിക്കണക്കിന് വർഷം വസിച്ചാലും യജ്ഞത്തിൽ ബ്രാഹ്മണർക്ക് മേരുപർവ്വതത്തോളം സ്വർണം നൽകിയാലും അവന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടത്തിൻ്റെ 100% പോലും കിട്ടുകയില്ല. എങ്ങനെയാണ്? 1% പോലും കിട്ടുകയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഏതാണ് ടോപ്പ് മോസ്റ്റ് സേവനം എന്ന് പറയുന്നത്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ആ ഹരകൃഷ്ണ കീർത്തനത്തെ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള പുണ്യപ്രവൃത്തിയായി കരുതി കൂട്ടുന്ന ഒരുവൻ പൂർണ്ണമായും അബദ്ധത്തിലാവുന്നു. ഇത് പുണ്യപ്രവൃത്തിയല്ല. ഇതെന്താണ്? അതീന്ദ്രിയമായിട്ടുള്ള ഈ നാമജപം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണനും നാമവും ഇന്ദ്രിയാതീതമായതിനാൽ, അല്ലേ, ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്, അതീന്ദ്രിയമായ ശബ്ദസ്പന്ദനമാണ് ഈ മന്ത്രം എന്ന് പറയുന്നത്. ഹരേ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ എനർജി, ഭഗവാന്റെ ശക്തി, എനർജി ഓഫ് ദി ലോഡ്. എന്താണ് ഹരേ? ആരാ? അമ്മ. അമ്മയോട് നമ്മൾ കുഞ്ഞിനെ കരയില്ലേ? അമ്മ എന്താ പറയുക? കുഞ്ഞിനെ അമ്മേ എന്ന് കരയില്ലേ? അതുപോലെ ഹരേ 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 പറഞ്ഞ ഹരേ 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 എന്ന് പറഞ്ഞാൽ അമ്മേ ഹരേ ഹരേ. രാധാറാണി, അന്തരംഗ ശക്തി. ആ രാധാറാണിയോട് പറയാണ് എന്താ? ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അഡ്രസ് ചെയ്യുകയാണ്, ഭഗവാന്റെ നെയിം ചെയ്യുകയാണ്, അല്ലേ. VCD പ്രഭു എന്ന് പറഞ്ഞാലേ പ്രഭുവിൻ്റെ അഡ്രസ് ആവുള്ളൂ, അല്ലെ. പ്രഭു, ആ പ്രഭു, ഈ പ്രഭു എന്ന് പറഞ്ഞാൽ അഡ്രസ് ആവുക. പ്രഭുവിൻ്റെ വിചിത്ര ചൈതന്യദാസ്, വിചിത്രമായ ചൈതന്യം കാണിക്കുന്നതാണ് പ്രഭു, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ വിചിത്രമായ, അതാണ് പേര് വിളിച്ചാലേ അഡ്രസ് ആവുള്ളൂ, അല്ലെ. കുമാരൻ എന്ന് വിളിച്ചാലേ ആവുള്ളൂ, അല്ലെ. കൈ കാണിച്ചാൽ പറ്റും. അതുപോലെ ഭഗവാന്റെ അഡ്രസ് ചെയ്യണം. എങ്ങനെയാണ് അഡ്രസ് ചെയ്യണം? കൃഷ്ണ, കേശവ, ദാമോദര, മുകുന്ദ, മാധവ, അച്യുത, ഇങ്ങനെ പല പല പേരുകളുണ്ട്. പക്ഷേ കൃഷ്ണ ആകർഷണീയൻ. ഭഗവാനെ എല്ലാം, അല്ലേ, ഭഗവാന്റെ അലങ്കാരം കാണാൻ, അല്ലേ. എത്ര അലങ്കാരത്തോടെയാണ് ഗുരുവായൂരപ്പൻ നിൽക്കുന്നത്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം പാതാലേശമനിഷ്ടം, അല്ലെ. ഗുരുവായൂരപ്പൻ ഇങ്ങനെ അലങ്കരിച്ച് നിൽക്കുകയാണ്. യമുന പോലെ ഒഴുവല്ലേ അങ്ങോട്ട് ഭക്തജനങ്ങൾ, അല്ലേ. അപ്പൊ ഗുരുവായൂർ അത്രയും ഫലഭൂയിഷ്ടിയുള്ള, ഭക്തിക്ക് ഫലഭൂയിഷ്ടിയുള്ള വളയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ആരെ? മഹാരാജാക്കന്മാർ, ആചാര്യന്മാര്. അപ്പം അതുകൊണ്ടാണ് ഗുരുവായൂരുള്ള വാസികളും ഗുരുവായൂർ വരുന്നവരും സത്സംഗത്തിന് വരുന്നവരൊക്കെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനെ അങ്ങനെ ആകർഷിക്കുകയാണ്. നമ്മുടെ ഇവിടെ വന്നിട്ട് ഭക്തനാകുന്ന ഏറ്റവും കലിയുഗത്തിലെ ഏറ്റവും പരമമായ ധർമ്മമാണ്. അത് നമ്മൾ നടത്താനുള്ള അവസരങ്ങളാണ് കലിയുഗത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതും കളഞ്ഞിട്ട് നമ്മൾ വേറെ ജോലിക്ക് പോയാൽ കിട്ടുമോ? ഇല്ല. അതുകൊണ്ടാണ് പറയണത്, ആ ഭഗവാൻ നമ്മളെ അലങ്കരിക്കാനായിട്ട് എങ്ങനെയാ? തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചു വെച്ചും, പിന്നെന്താ? തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചു, പിന്നെങ്ങനെയാ? മന്ദം ഹസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എങ്ങനെയാ ഗുരുവായൂരപ്പൻ? പിന്നെ എങ്ങനെയാ? ആദ്യം ഒരാൾ ഹരേ രാമ ജപിക്കോ ഹരേ കൃഷ്ണ ജപിക്കോ? ഇല്ല, അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ആരുടെ പേര് പറഞ്ഞു? കാരണം ഭഗവാൻ മന്ദഹസിച്ച് നിൽക്കുകയാണോ? ഗുരുവായൂർ മന്ദഹസിച്ച് എന്താ? തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചു വെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചു മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിയിടുവാൻ കൈതൊഴുന്നി. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആ ഗുരുവായൂരപ്പനെ, ആ ജഗന്നാഥനെ, അല്ലെങ്കിൽ ഭക്തന്മാരുടെ ആ കളി, അല്ലെങ്കിൽ ആ ഒരു മമ ഹൃദി കളിയാടിയിടുവാൻ കൈതൊഴുന്നു എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമുക്ക് വേണ്ടത്. ആ പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മുടെ ആ ഹൃദയത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയയിൽ, അതാണ് ഹൃദയന്തസ്സു അഭദ്രാണി വിധിനോദി സുഹൃത, ഹൃദയത്തിലുള്ള അഭദ്രങ്ങളായ കാര്യങ്ങൾ. കാരണം ഉള്ളിൽ എന്താണ്? കാമക്രോധ ലോപമോഹമത മാത്സര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഈ ശത്രുക്കളെയെല്ലാം ഛേദിക്കുന്നതാണോ? ശത്രുച്ഛേദൈക മന്ത്രം ഏതാണത്? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. ആരാണ് നമ്മുടെ ശത്രുക്കള്? കാമക്രോധ ലോപ മോഹ മത മാത്സര്യങ്ങൾ. ഈ ഉള്ളിലുള്ള അതൊക്കെ മാറാനായിട്ടും നമ്മുടെ ഉള്ളിലുള്ള അന്തഛിദ്രം ശുദ്ധീകരിച്ച് നമുക്ക് പരിഭാവനമായ ആ അതീന്ദ്രിയ, അതാണ്
നാമജപവും പുണ്യപ്രവൃത്തി തന്നെ. പക്ഷേ കൃഷ്ണനും നാമവും ഇന്ദ്രിയാതീതനമായതായ എല്ലാവിധ ലൗകിക പുണ്യകർമ്മങ്ങളിൽ നിന്നും വളരെ വളരെ ഉയരത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. പുണ്യകർമ്മം ഭൗതിക തലത്തിലാണ്, പുണ്യകർമ്മം ഭൗതിക തലത്തിലുള്ളതാണ്. പക്ഷേ കൃഷ്ണൻ്റെ ദിവ്യനാമങ്ങളുടെ കീർത്തനം പൂർണ്ണമായും ആധ്യാത്മിക തലത്തിലാണ്. അതിനാൽ പാഷണ്ഡികൾക്ക് ഇത് മനസ്സിലാവുകയില്ലെങ്കിലും കൃഷ്ണൻ്റെ ദിവ്യനാമ കീർത്തനത്തെ ഒരിക്കൽ പുണ്യപ്രവൃത്തികളോട് താരതമ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ പുണ്യമായ പ്രവൃത്തികൾ ചെയ്തു, നമ്മൾ നാമം ജപിക്കാതെ വേറെ പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നാണ് പറയണത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മുടെ നാമജപമാണ്, കലിയുഗത്തിൽ ഏറ്റവും പരമമായ ധർമ്മം. ആ ധർമ്മം നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കലിയുഗത്തിൽ രക്ഷപ്പെടാം എന്നാണ് പറയണത്. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവത്തിലുടനീളം പറയുന്നത്, ഈ കലിയുഗത്തിൽ എപ്പോഴും ഭഗവാന്റെ സേവനങ്ങളിൽ ഏർപ്പെടുകയും തഥാ രജസ്തമോ ഭാവ കാമ ലോപദേവേച്ഛതേ ചേതരേതരനാവൃത്യം സ്ഥിതം സത്വേ പ്രസിദ്ധി. സ്ഥിതമായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ ഉള്ളിലുള്ള കാമ ക്രോധ ലോപം മോഹ മാത്സര്യങ്ങളെല്ലാം വേണ്ടി എന്താ പഞ്ചമപുരുഷാർത്ഥം ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നത് അതാണ്. പഞ്ചമപുരുഷാർത്ഥം, അതാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മ അർത്ഥ കാമ മോക്ഷ, നമ്മൾ പൈസയ്ക്ക് വേണ്ടി ധർമ്മത്തിന് വേണ്ടി ധർമ്മ അർത്ഥ കാമ മോക്ഷ, ഇതിൽ നിന്നെല്ലാം വേറിട്ട് പഞ്ചമപുരുഷാർത്ഥമായുള്ള ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഭക്തിയാനാം അഭിജാനാദി. ആ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടണം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ അറിയേണ്ട കാര്യം. എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ വിഭൂതി യോഗങ്ങളെ പറ്റി അറിയാനും അതിലൂടെ നമുക്ക് ഈ കലിയുഗത്തിൽ ധർമ്മം, നമ്മുടെ ധർമ്മം എന്താ പറയുക, നാമവിനു കലികാലേ നഹിയാര ധർമ്മ, നാമവിനു കലികാലേ ധർമ്മനാഹിയാര കലികാലേ കൈശ്ചേഹവ കൃഷ്ണാവതാര. അതായത് കലിയുഗത്തിൽ ഭഗവാന്റെ ദിവ്യനാമങ്ങളുടെ കീർത്തനമല്ലാതെ മറ്റൊരു ധർമ്മവുമില്ലെന്നാണ് പറയണത്. ഈ യുഗത്തിൽ ഭഗവാൻ അങ്ങനെ ഒരു അവതാരമായി പ്രത്യക്ഷപ്പെടും. അങ്ങനെ അവതാരമായിട്ട് അവതരിച്ചാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു, അല്ലേ? ആ ചൈതന്യ മഹാപ്രഭു തരുന്ന ആ മാധുര്യ പ്രേമരസം, അനർപ്പിത് ചരിം ചിരാത് കരുണയാവതീർണാം കലർപ്പിത ഉന്നത ഉജ്ജലരസം സ്വഭക്തി ശ്രിയം ഹരിപുരട സുന്ദരീ ദിതി കദംബവാ സന്ദീപതേ. എന്താ ആ ഹൃദയത്തിൽ ആ കാരണമില്ലാത്ത കരുണമുണ്ട്. ഒരു കാരണമില്ലെങ്കിലും ചൈതന്യ മഹാപ്രഭുവിൻ്റെ നാമസങ്കീർത്തന വന്ന് പങ്കുകൊണ്ടാൽ എല്ലാം കിട്ടും. എന്ത് പ്രവൃത്തികളും ദുഷ്പ്രവൃത്തികളും എന്ത് ചെയ്തോട്ടെ, എന്താ ഭഗവത്ഗീത നേഹാവിക്രമൻ ആശ്വസ്തി പ്രത്യുവായന സുപ്പതേ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹത്. ഒരു പ്രാവശ്യമെങ്കിലും ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അതാണ് പറയുന്നത്. ആ മാധുര്യ പ്രേമരസം തന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ നമുക്ക് കിട്ടിയ ഈ കലിയുഗത്തിൽ കിട്ടിയ ഈ ഭാഗ്യം വേറെ ഒരിനോടും താരതമ്യപ്പെടുത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ പുണ്യപ്രവൃത്തികളോടും താരതമ്യം ചെയ്യരുത്, അതാണ് പറയണത്. അതാണ് 10ാമത്തെ അപരാധത്തിൽ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ശരിയായിട്ടുള്ള അനുഷ്ഠാനങ്ങളോടും ആചരണങ്ങളോടും നമ്മൾ ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും അതാണ് നമ്മുടെ സേവനം എന്ന് പറയുന്നത്. ആ സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ കലിയുഗത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഭഗവത് ധാമം എത്തിപ്പെടാം. വളരെ ലളിതമായ മാർഗം. തഥാ രജസ്തം അതാ തസ്മാത് ഏകേന മനസ്സ ഭഗവാൻ സാത്വതാമ്പതി. ഭഗവാൻ ഭക്തന്മാരുടെ സംരക്ഷകനാണ്. ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഭഗവാൻ എപ്പോഴും പറയുന്നുണ്ട്. എങ്ങനെ എന്ത് ചെയ്യണം? തസ്മാത് ഏകേന മനസ്സാ ഭഗവാൻ സാത്വതാമ്പതി. നമ്മൾ ഉൾക്കൊണ്ട കാര്യം എന്താ? ശ്രോതവ്യം കീർത്തവ്യം ധ്യേയാം പൂജ്യശ്ച നിത്യത. നിത്യവും ഏർപ്പെടണം. അല്ലാതെ നമ്മൾക്ക് ഞായറാഴ്ച വന്നു 2 ചാണ്ട് ചെയ്തു അല്ല. ഇന്നത്തെ കൊണ്ട് തീരുന്നില്ലേ കാര്യങ്ങളൊന്നും. ഇത് നിത്യം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ശുദ്ധീകരണ പ്രക്രിയയിൽ ഏർപ്പെടണം. അതാണ് പുണ്യവും പാപങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പം നിരന്തരമായ സേവനത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം മാറി ആ ഭഗവാൻ സാത്വതാമ്പതി ഭക്തന്മാരുടെ സംരക്ഷകനാണെന്ന് പറഞ്ഞത്. നമ്മെ ഭക്ത പ്രണശ്യതി, നിന്നെ ഞാൻ രക്ഷിച്ചു കൊള്ളാം, പക്ഷെ നീ എന്നിൽ ശരണാഗതിയാവൂ, എൻ്റെ സേവനങ്ങൾ ചെയ്തു. അത് അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് ഭാഗ്യം കൊണ്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെയും പ്രഭുപാദൻ്റെയും കൃപ കൊണ്ട്, നമുക്ക് മുതിർന്ന ഭക്തന്മാരുടെയൊക്കെ കൃപ കൊണ്ട് നമുക്കിങ്ങനെ സത്സംഗം ഉണ്ടാക്കാനും. ലവമാത്രേ സാധുസംഘേ സർവസിദ്ധി. ലവമാത്രേ അല്ലേ, കണ്ണിൻ്റെ പീലിങ്ങനെ അടയ്ക്കണ ആ സമയത്ത് ഒരു സാധുവായിട്ട് ഭക്തന്മാരുമായിട്ട് സേവനം ചെയ്തു കഴിഞ്ഞാൽ ഒരു ജന്മം നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും.
അപ്പം അങ്ങനെയുള്ള അവസരങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ പുണ്യമായ അവസരങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് ഈ ഭദ്രപൂർണിമ ദിവസം ഇങ്ങനെയുള്ള സത്സംഗത്തിൽ വരാനും നാമം ജപിക്കാനും സത്സംഗത്തിൽ പറയാനും പരമമായ ഏറ്റവും അതിലുപരിയായിട്ട് മഹാപ്രസാദം ജഗന്നാഥ് അർപ്പിച്ച പ്രസാദം കഴിക്കാനും ഒക്കെയുള്ള ഭാഗ്യവാന്മാരായിട്ടുള്ള ഭക്തന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിത് ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രം 3 പ്രാവശ്യം ജപിച്ചുകൊണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എന്തെങ്കിലും ക്വസ്റ്റ്യനോ ആർക്കെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഭഗവാനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്തിയുത സേവനത്തെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയാമില്ലെങ്കിൽ ഞാൻ പ്രഭുവിനോട് പറയാം. അതാ എന്തോ അപരാധം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈഷ്ണവ അപരാധങ്ങൾ 10 ഉണ്ട്. അതായത് നമ്മൾ നാമം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ വരിക, അല്ലെങ്കിൽ നാമജപം വേറെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കർമ്മഫലങ്ങൾക്ക് നാമം ജപിച്ചുകൊണ്ട് ഇത് വേണോ അത് വേണോ എന്നുള്ള ആ ഒരു അഭിപ്രായം, അത് 10 അപരാധങ്ങൾ പറയുന്നുണ്ട് പ്രഭു. ഞാൻ പറഞ്ഞുതരാം. അതെ, അത് പറഞ്ഞുതരാം. അതായത് തിരുനാമങ്ങൾ ജപിക്കുമ്പോൾ ഒഴിവാക്കേണ്ട 10 അപരാധങ്ങളെ പറ്റിയാണ് ഈ പറയണത്. നാമം ജപിക്കുമ്പോൾ നമുക്ക് ഭഗവത് പ്രചരണത്തിനായി സ്വജീവിതം സമർപ്പിച്ച ഭക്തന്മാരെ നിന്ദിക്കുന്നത് ആദ്യത്തെ അപരാധം. രണ്ടാമത്തത് ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയ ദേവന്മാരുടെ നാമങ്ങളെ വിഷ്ണുവിൻ്റെ നാമങ്ങൾക്ക് തുല്യമായ സ്വതന്ത്രമായ കറി. ഇങ്ങനെയുള്ള 10 അപരാധങ്ങൾ ഈ ബുക്കിലുണ്ട്. അപ്പോൾ പ്രഭു ഈ ബുക്ക് ഒരെണ്ണം 60 രൂപയുള്ളൂ. മേടിച്ചു കഴിഞ്ഞാൽ ഈ അപരാധങ്ങൾ വൈഷ്ണവ അപരാധങ്ങളെന്ന് പറഞ്ഞതിനകത്തുണ്ട്. പേജ് നമ്പർ 71. അത് മേടിച്ച് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് അപരാധമെന്നും നമ്മൾ എന്തിലെല്ലാം അതിൽ നിന്ന് മുക്തരാകണമെന്നും എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാത്തത് എന്നുള്ള വിധിപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കണം. നമ്മൾ ആധ്യാത്മികമായാലും ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിധിപ്രകാരം നമ്മൾ ചെയ്താലേ ശരിയായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തോന്നണ മാതിരി കാര്യങ്ങൾ രാവിലെ എണീറ്റ് വൈകുന്നേരം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. രാവിലെ ചെയ്യേണ്ടത് രാവിലെ ചെയ്യണം. രാവിലെ നാമം ജപിക്കേണ്ടത് രാവിലെ കഴിക്കേണ്ട ഭക്ഷണം രാവിലെ കഴിക്കണം, അല്ലേ? അല്ല, നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും എവിടെ പുട്ടു ഇഡ്ഡലി ദോശ എവിടെ എന്ന് ചോദിക്കും. ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് അല്ലേ, പോയി തീർന്നു. അപ്പം അങ്ങനെ ഏതാ ഇത്? അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ കൂടുതൽ ഇനി ഭദ്രപൂർണിമയുടെ കാര്യങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് രാധാപ്രഭുവിൻ്റെ നിന്ന് കേൾക്കാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തെങ്കിലും ക്വസ്റ്റ്യനോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് കുറവുകളോ എന്നിൽ നിന്ന് അബദ്ധങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഉള്ളൂ. അതെ അതെ അതാണ്. അത് കേട്ടില്ലേ, നാവിൽ നൃത്തമാടൂ. നാടിൽ ഭഗവാൻ നൃത്തമാടുകയാണ്. നമ്മൾ ഭഗവാന്റെ കൃഷ്ണ രാമ ഗോവിന്ദ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പിൽ ഭഗവാൻ നൃത്തമാടുവാണ്. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ആ ശുദ്ധീകരണ പ്രക്രിയ കൂടുതൽ ഭഗവാൻ, നമ്മൾ ഭാവം മാറും, അല്ലേ? നമ്മൾ 10 വർഷം മുമ്പ് ആരായിരുന്നു നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്ന മുമ്പ് പ്രഭു ആരായിരുന്നു, ഞാനായിരുന്നു എന്നോ തിരിച്ചറിവ് നമുക്ക് കിട്ടണം. ഞാൻ എന്തായിരുന്നു, എൻ്റെ സ്വഭാവം എന്തായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ റിവൈൻഡ് അടിച്ചാൽ മതി. ഇങ്ങനെ അല്ലേ, പഴയ പോസ്റ്റൊക്കെ നോക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഉള്ളിലുള്ള എല്ലാം മാറി ഭക്തിയുത സേവനത്തിൽ ഭക്തിയാനാമ വിജാനതി. വേറെ ഒന്നുമില്ല, ഭക്തി കൊണ്ട് മാത്രമേ ഇത് മാറുള്ളൂ. ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ എല്ലാത്തിനും ഉപരിയാണ്, ടോപ്പ് മോസ്റ്റ് സേവയാണ് ഭക്തിയുത സേവനം, ഡിവോഷണൽ സർവീസ്. അതെങ്ങനെ ശ്രീല പ്രഭുപാദ് പറയുന്നു, ലവിങ് ഡിവോഷണൽ സർവീസ്, പ്രേമ ഭക്തിയുത സേവനം. ശ്രീല പ്രഭുപാദിൻ്റെ ബുക്കിൽ ഉടനീളം പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രഭുപാദിൻ്റെ ബുക്കിൽ എന്താ പറയുന്നത്, ചെറിയ ബുക്കുകളുണ്ട്. 60-70 രൂപയ്ക്കും കിട്ടുന്ന ചെറിയ ബുക്കുകളുണ്ട്. അപ്പോൾ ആ ബുക്കിലൂടെയൊക്കെ പറയുന്നത് എന്താ, പ്രേമ ഭക്തിയുത സേവനം, നിരന്തരമായിട്ടുള്ള ആ ഭക്തിയുത സേവനം. അതിൽ ഏറ്റവും പ്രാധാന്യം ശ്രവണം, കീർത്തനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അതിൽ ശ്രവണവും കീർത്തനവും നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രീല പ്രഭുപാദിൻ്റെ ബുക്ക് മേടിച്ച് വായിക്കണം, ചെറിയ ബുക്കുകൾ വായിക്കണം, ശാസ്ത്രങ്ങൾ പഠിക്കണം, ഭഗവത്ഗീത വായിക്കണം, പഠിക്കണം, പ്രചരിപ്പിക്കണം. പിന്നെ ശ്രീമദ് ഭാഗവതം, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി ഇന്ന് ശ്രീമദ് ഭാഗവതം ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ മേടിക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനോടുള്ള ഒരു യോഗ പ്രക്രിയ, അപ്പോൾ ആ യോഗ പ്രക്രിയയിൽ നമ്മൾ ഏർപ്പെടണം.
അല്ല നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കൈയും കാലും ഒക്കെ യോഗ ചെയ്ത് ശരിയാക്കിക്കൊണ്ട് നമ്മൾക്ക് എല്ലാം ആവുമെന്ന് വിചാരിക്കണ്ടോ? ഇല്ല. ഹരേ കൃഷ്ണ. അപ്പൊ ആ യോഗ പ്രക്രിയയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയാ? യോഗ ആധ്യാത്മിക പൂംസ. എങ്ങനെയുള്ള യോഗ ആയിരിക്കണം? ആധ്യാത്മികമായിട്ടുള്ള യോഗ പ്രക്രിയയിൽ ഏർപ്പെടണം. അല്ലെ, നിരന്തരമായിട്ടുള്ള മാതാജി ഇവിടുന്ന് എത്ര ബുദ്ധിമുട്ടി ഇവിടെ വന്ന് സത്സംഗത്തിൽ ചേർന്ന് ഭഗവാന്റെ നാമം ജപിച്ച് അല്ലെ, ഡോക്ടർ മിനി മാതാജി അവിടുന്ന് തിരുവനന്തപുരത്ത് ഇവിടെ ഓടി വന്ന് ഇവിടുത്തെ സത്സംഗത്തിൽ പങ്കെടുത്ത് ഇവിടുത്തെ പ്രസാദം കഴിച്ച് ഗുരുവായൂരപ്പനെ കണ്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുക. അപ്പൊ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പൊ ആ യോഗ പ്രക്രിയയിൽ നിരന്തരമായി ഏർപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ, ഈ ജന്മത്തും അടുത്ത ജന്മത്തും എല്ലാ ജന്മങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കൂടുതൽ ഈ സത്സംഗത്തിൽ വരാനും പങ്കെടുക്കാനും. അപ്പൊ ഈ ക്ലാസ്സിൽ ഈ ശ്ലോകത്തിൽ ഈ വിഭൂതി യോഗത്തെ പറ്റി ഹരേഷ 32ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പൊ അതിലൂടെ ഇനി നമുക്ക് ഭദ്രപൂർണിമ, ശ്രീമദ് ഭഗവത്ഗീത ഭദ്രപൂർണിമയിലെ ആ ശ്ലോകം ശ്രീമദ് ഭാഗവത്തിലെ 12, 13, 13 ശ്രീമദ് ഭാഗവതത്തിലുണ്ട്, 12ാമത്തെ സ്കന്ധത്തില്. അതിലൂടെയും പിന്നെ വേറെ പത്മപുരാണങ്ങളിലുള്ള കാര്യങ്ങളും അതിനെപ്പറ്റി ചില പ്രഭുപാദിന്റെ ഈ ഭാഗവതം നമ്മൾ വിതരണം ചെയ്യാനും അത് കൂടുതൽ ആ ഭാഗവത്തെ സേവിക്കാനും. എന്താ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്? എന്താ? പ്രത്യക്ഷ കൃഷ്ണയെ നേരത്തെ പറഞ്ഞല്ലേ. അപ്പൊ ആ ഭാഗവതത്തെ എപ്പോഴും നമ്മൾ സദാ സേവ്യോ ശ്രീമദ് ഭാഗവതീ കഥ, എപ്പോഴും ഭാഗവത്തെ സേവിക്കാനാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇരട്ടി ബെനിഫിറ്റ്, ആധ്യാത്മികമായ ഉന്നതി ഉണ്ടാവും, നമ്മുടെ പരമ്പരകളെ രക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റട്ടെ. ശ്രീമദ് ഭാഗവതം മേടിക്കാത്തവര് എല്ലാവരും ഓരോ സെറ്റ് മേടിക്കാനും അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ബുക്ക് ചെയ്താലും മതി. പൈസ ഉടനെ ഇല്ലെങ്കിൽ ബുക്ക് ചെയ്ത് അഡ്വാൻസ് കൊടുത്താലും മതി. അപ്പൊ അതിനുള്ള അവസരമാണ്. അത് ചെയ്യുന്ന ആരാണോ ആ വ്യക്തി വളരെ ഉന്നതങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അപ്പൊ അതെല്ലാവർക്കും അതിനുള്ള മനസ്സും ഭഗവാന്റെ അനുഗ്രഹവും ഗുരുവിന്റെ അനുഗ്രഹവും കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരിബോൾ. ഓം തത്സത്. ഗുരുവിൻ്റെ പാതാരബന്ധങ്ങൾ അർപ്പിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മുതിർന്ന ഭക്തന്മാരോട് ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരിബോൾ. जय श्री श्री जगन्नाथ बलदेव सुभद्रामे सुदर्शन की, कृष्ण बलराम की, गुरुवायूरप्पन की, जय गौर प्रेमानंदे. हरि हरि बोल.